ഗോഡ് ഈസ് എ വണ്ടർ. ദൈവം ഒരു അത്ഭുതമാണ്. ഗ്ലോറി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ടെങ്കിലും ആത്യന്തികമായി മൗലികമായി ആ പദം ദൈവത്തിന് മാത്രം യോജിക്കുന്നതാണ്. Any other thing glorious has derived its glory from God. ഏത് മഹത്വവും ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ചന്ദ്രൻ അതിൽ തന്നെ പ്രകാശമില്ല, സൂര്യൻ്റെ പ്രകാശം ലഭ്യമായിരിക്കുന്ന പോലെ. തേജോമനായ ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ടു. ഗോഡ് ഓഫ് ഗ്ലോറി, തേജസ്. അതിപരിശുദ്ധ സ്ഥലത്ത് നാം കാണുന്നു ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ തേജസ്. സമാഗമന കൂടാരത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ തേജസ്. ഗ്ലോറി ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന് മാത്രമുള്ളതാണ് മഹത്വം. അടിസ്ഥാനപരമായി വ്യത്യസ്ത മുഖങ്ങൾ ദൈവമഹത്വത്തെ പ്രതിബിംബിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നാം ഈ കാര്യം ചിന്തിക്കുമ്പോൾ 3 തലത്തിൽ ദൈവമഹത്വത്തെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, God's glory of His power in His creation. സൃഷ്ടിയിലുള്ള ദൈവശക്തിയുടെ മഹത്വം. സൃഷ്ടി, പ്രപഞ്ചം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രഖ്യാപനമാണ്. സാധാരണ വണ്ടർ, അത്ഭുതം എന്നുള്ള പദം നാം സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ സാധാരണഗതിക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്, അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളെയാണ് നാം അത്ഭുതമെന്ന് പറയുന്നത്. എന്നാൽ സൃഷ്ടിയുടെ അത്ഭുതം ആ വാക്കിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. ഭാഷയിൽ ആ പദമില്ല. ദൈവത്തെ സംബന്ധിച്ച വാക്കുകളൊന്നും വാസ്തവത്തിൽ ഭാഷയിലില്ല. We are in danger of limiting God when we use human words to explain God. ദൈവത്തെ വിശദമാക്കുവാൻ എപ്പോൾ മാനുഷിക പദങ്ങൾ ഉപയോഗിച്ചാലും നാം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ആ നിലയിൽ ഉള്ളൊരു വാക്ക് തന്നെയാണ് വണ്ടർ. ദൈവിക അത്ഭുതം പരിമിതപ്പെട്ടൊരു വാക്കാണ്. ഇംഗ്ലീഷിൽ തത്തുല്യ പദമില്ല. നാം ഈ സൃഷ്ടിയിലെ ജീവജാലങ്ങൾ, ഈ വൈവിധ്യമായിരിക്കുന്ന പ്രകൃതി, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ പിമ്പിലുള്ള വലിയ ജ്ഞാനം, അതിൻ്റെ ക്രമം, സൃഷ്ടി ആകമാനം നാം കാണുന്ന ഈ ജീവജാലങ്ങളിലും പ്രകൃതിയിലുമൊക്കെയും കാണുന്നിടത്ത് നമുക്ക് വാക്കുകളില്ല. നമ്മുടെ കവിതകൾ വേഗം പരിമിതപ്പെട്ടു പോകുന്നു. നമുക്ക് വാക്കുകളില്ലെന്ന് മാത്രമല്ല, ബിയോണ്ട് ഇമാജിനേഷൻ, ഭാവനയ്ക്ക് അപ്പുറത്താണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വിശാലമായിരിക്കുന്ന അവർണ്ണനീയമായിരിക്കുന്ന പ്രപഞ്ചം, അതിൻ്റെ ഏറ്റവും താഴത്തെ കണിക എന്ന് പറയുന്നത് ആറ്റമല്ല, അതൊരു കണികയാണ്. അതിൻ്റെയും താഴെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്, കണികയുടെയും അപ്പുറത്ത്, അതിലും താഴെ പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതൊന്നും വരയ്ക്കുവാനോ പറയുവാനോ പ്രസ്താവിക്കുവാനോ കഴിയാത്ത നിലയിൽ അദൃശ്യവും അത്ഭുതവും, ബിയോണ്ട് ഇമാജിനേഷൻ. വർണ്ണനയ്ക്കെന്നല്ല, ചിന്തയ്ക്കെന്നല്ല, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാത്ത ഇടത്തേക്ക് വരുമ്പോഴാണ് നാം ഭാവനയിലേക്ക് പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ ഭാവനയ്ക്കും അതീതമാണ്. ഈ കണികകളുണ്ട്. നാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ് നാം അധിവസിക്കുന്ന ഈ ഭൂഗോളം, ദിസ് ബിഗ് ഗ്ലോബ്, ഈ വലിയ ഭൂഗോളം. അതുൾപ്പെടുന്ന സൗരയൂഥം, സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള ഇവയൊക്കെയും ഭൂഗോളത്തെ ആർക്കളക്കുവാൻ കഴിയും? സൗരയൂഥത്തെ ആർക്കളക്കുവാൻ കഴിയും? ഇങ്ങനെ കോടാനുകോടി സൗരയൂഥങ്ങൾ, നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലാക്സി. ആ ഗാലാക്സി പോലെ അനവധി അനവധി ഗാലാക്സികൾ ചേരുന്നതാണ് ഗാലാക്സി ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ അനവധി അനവധി ഗാലാക്സി ക്ലസ്റ്റേഴ്സ് ചേരുന്നതാണ് ഗാലാക്സി സൂപ്പർ ക്ലസ്റ്റർ.
അങ്ങനെ അനേക സൂപ്പർ ക്ലസ്റ്റേഴ്സ് ചേരുന്നതാണ് സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സ്. ദിസ് ഈസ് ജസ്റ്റ് വേർഡ്സ്. അവർ മൈൻഡ് കൻ നെവർ റീച്ച് ദെയർ. നമ്മുടെ മനസ്സിന് എത്തുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും കോംപ്ലക്സസ് ചേർന്ന് പ്രകാശത്തിൻ്റെ വേഗതയിൽ തുടക്കം തുടങ്ങി നിരന്തരമായി വിസ്തൃതമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ്. തുടക്കം തുടങ്ങി പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒരു സെക്കൻഡിൽ 1,86,500 കിലോമീറ്റർ വേഗത്തിൽ വിസ്തൃതമായി കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. വാക്കുകൾ പരിമിതപ്പെടുമ്പോഴാണ് ദാവീദിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. The heavens declare the glory of God. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആകാശവിധാനം അവൻ്റെ കരവേലയെ പ്രസിദ്ധമാക്കുന്നു. രാത്രിക്ക് വാക്കുപൊഴിക്കുന്നു, പകലിനോട് സംസാരിക്കുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാനില്ല. വാക്കില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. The stately declaration of the majesty of God, ദൈവത്തിൻ്റെ രാജകീയമായിരിക്കുന്ന പ്രൗഢിയുടെ പ്രഖ്യാപനമായി സർവപ്രപഞ്ചവും നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാശക്തിയുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതോട് ചേർന്ന് വരുന്ന മറ്റൊരു അത്ഭുതമാണ് the glory of God's love in His redemption. വീണ്ടെടുപ്പിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതം. ഏറ്റവും വലിയ ഭൂഖണ്ഡമായിരിക്കുന്ന ഏഷ്യൻ ഭൂഖണ്ഡം, ആ ഭൂഖണ്ഡത്തെ പ്രപഞ്ചത്തിൻ്റെ മാപ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇംപോസിബിൾ. എന്തിന്? നമ്മുടെ ഈ ഭൂഗോളത്തെ പ്രപഞ്ചത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കിയ ശേഷം സൂക്ഷ്മമായിരിക്കുന്ന ഒരു മുട്ടുസൂചിയുടെ അറ്റം കൊണ്ടെങ്കിലും മാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോട്ട് പോസിബിൾ. സൗരയൂഥത്തെ കഴിയത്തില്ല. എന്തിന്? കോടാനുകോടി നക്ഷത്രങ്ങളുടെ വ്യൂഹമായിരിക്കുന്ന ഗാലാക്സിയെ പ്രപഞ്ചത്തിൻ്റെ മാപ്പിൽ നമ്മൾ ഉൾപ്പെടുന്ന ആ ഗാലാക്സിയെ പോയിന്റ് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെയെങ്ങും എണ്ണുവാനോ കണ്ടെത്താനോ സൂക്ഷ്മമായി ഒരിടത്ത് അടയാളപ്പെടുത്തുവാൻ കഴിയാത്ത ആ കൊച്ചു ഭൂമി ദൈവം അധിവാസയോഗ്യമാക്കി തീർത്തു. God made it habitable. അത് മറ്റൊരു വലിയ വിഷയമാണത്. Where life is possible. Why? God had man in mind. മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാഹസിലും സൃഷ്ടിച്ച് മനുഷ്യനെ ആ ഭൂമിയിലാക്കി. എന്തിന്? ദൈവത്തിൻ്റെ സ്നേഹത്തെ പകരുവാൻ, തിരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ചെല്ലുവാൻ, മനുഷ്യരുമായുള്ള സംസർഗത്തിനായി, കൂട്ടായ്മയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. അതിലും വലിയ അത്ഭുതം എന്താണ്? ഈ കൊച്ചു മനുഷ്യന് ദൈവം ഒരു ഫ്രീ വില്ല് കൊടുത്തു, സ്വതന്ത്ര ചിന്താഗതി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരാകരിക്കുവാനായിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതി ദൈവത്തിൻ്റെ ഡിഗ്നിറ്റിയുടെ ഒരു ഭാഗമാണ്. യു ക്യാൻ സേ നോ ടു ഗോഡ്. ദൈവത്തോട് പറ്റത്തില്ല എന്ന് പറയുവാൻ നിനക്ക് അവകാശം തന്നു എന്നുള്ളത്. ബട്ട് ഗോഡ് wanted you to say. എന്നാൽ സ്നേഹത്തിൽ ദൈവത്തോട് ഉവ്വ എന്ന് പറയുന്ന മറുവശവും ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ ഈ ദൈവത്തെ നിരാകരിച്ചു. ദൈവം വിട്ടില്ല. God came all the way from heaven to this earth. ഈ താണ ലോകത്തിലേക്ക്, ഗണിക്കപ്പെടാൻ കഴിയാത്ത ഈ ഭൂമിയിലേക്ക് ഈ കൊച്ചു മനുഷ്യനെ തേടി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. ഏറ്റവും ഹീനമായി ജനിച്ചു, ഹീനമായി ജീവിച്ചു. മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും പങ്കാളിയായി, വേദനയുടെയും ദുഃഖങ്ങളുടെയും സകലത്തിൻ്റെയും പങ്കാളിയായി. സഹോദരന്മാർ, ജഡരക്തങ്ങളോട് കൂടിയവനാകിയാൽ അവനും അവരോടുകൂടി ജഡരക്തങ്ങളോട് കൂടിയവനായി. ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ യാതന, അവൻ്റെ പാപത്തിൻ്റെ ന്യായവിധി തന്നെത്താൻ വഹിച്ച് ക്രൂശിൽ കള്ളന്മാരുടെ നടുവിൽ അവരെ പോലെ ഗണിക്കപ്പെട്ടവനായി, കുറ്റവാളിയായി സ്വർഗത്തിലെ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് തൻ്റെ ജീവനെ വിടും.
And I'm here. ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവിൽ. God, ദൈവം എന്നുള്ള വാക്കുച്ചരിക്കുന്നത് ആ കൃപനിമിത്തമാണ്, ആ സ്നേഹനിമിത്തമാണ്. How marvelous is my Savior's love for me. എന്താശ്ചര്യം, എന്തത്ഭുതം ഈ രക്ഷകന്റെ സ്നേഹം. ഹല്ലേലൂയ. നിത്യമാം സ്നേഹത്തിന് ആഴം ഉയരവും നീളവും വീതിയും ആർക്ക് ഗ്രഹിച്ചിടാം. ഈശ്വരിൽ നിന്നെല്ലാം എന്നെ തിരഞ്ഞെടുത്തല്ലോ നിന്നോട് ചേർന്ന് വസിക്കേണ്ടതിനായി. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. നോ സോങ് can contain it, no philosophy can contain it. ഒന്നിനും യേശുവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല. But it's true, സത്യമാണ്, എൻ്റെ യേശുവിനെ സ്നേഹിച്ചു എന്നുള്ളത്. God's glory of love in his redemption, തന്റെ വീണ്ടെടുപ്പിലുള്ള ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയുമ്പോൾ അല്പം മുഖവര കൂടി അതിനാവശ്യമാണ്. ദൈവത്തിൽ നിന്ന് നിബന്ധിച്ചു പോയ മനുഷ്യനെ, നിഷേധിയായിരിക്കുന്ന മനുഷ്യനെ, അനുസരണക്കേട് കാണിച്ച മനുഷ്യനെ, ദൈവത്തിൻ്റെ ഈ മഹാസ്നേഹത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ പോയ മനുഷ്യനെ ദൈവം നിരാകരിച്ചില്ല. തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് മനുഷ്യരോട് ദൈവം സംവാദിച്ചു കൊണ്ടിരുന്നു. Praise the Lord. There was always men standing up for God. ചരിത്രത്തിലുടനീളം ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ ചില പേരുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, ആബേലെന്നും ഹാനോക്കെന്നും നോഹയെന്നും. Don't think like that. ഇതിൻ്റെ എല്ലാ നടുവിൽ there were people turning to God. എബ്രായലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാർ അത്രയേ ഉള്ളൂ നമ്മൾ ധരിക്കരുത്. ഈ കണ്ണികളുടെ ഇടയിലെല്ലാം ദൈവത്തെ ഭയപ്പെട്ടവരുണ്ടായിരുന്നു. യോബിൻ്റെ പേര് എബ്രായലേഖനം 11-ാം അധ്യായത്തില്ല, നാം വേറെടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ അനേക യോബുമാർ അനേക ഇടങ്ങളിലായി ദൈവത്തെ അറിഞ്ഞവരായി ഉണ്ടായിരുന്നു. നടുവിൽ നിന്ന് ദൈവം ഒരു പ്രത്യേക പദ്ധതി പ്രകാരം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജാതിയെ ഉളവാക്കി ദൈവത്തിൻ്റെ വചനവും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അവർക്ക് നൽകി. അവരോടൊപ്പം പ്രവർത്തിച്ചു വന്നു. അവർക്ക് പ്രവാചകന്മാരെ നൽകി. ദൈവികമായിരിക്കുന്ന ജ്ഞാനത്തിൽ അവർ വളരുവാനായിട്ട് തുടങ്ങി. പ്രവാചകന്മാർ മുഖാന്തരം ദൈവജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വന്നുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർക്ക് മനസ്സിലായി ഇതിപ്പോൾ തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. God has bigger plans. ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത്. ഏബ്രഹാം, ഇസ്രായേൽ തങ്ങൾ പ്രവചിക്കുന്ന തങ്ങളുടെ പിതാക്കന്മാരായിരിക്കുന്നവരും തങ്ങളുടെ സ്വന്തം ജാതിയായിരിക്കുന്നവരുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ ബൃഹത്താണ്. ദൈവം ലോകത്തിൻ്റെ രക്ഷകനെ അയക്കാൻ പോകുകയാണ്. ആ രക്ഷകൻ നിമിത്തം ഇസ്രായേലിനെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും രക്ഷാ ദൈവം നിവർത്തിക്കുവാനായിട്ട് പോകുകയാണ്. യെശയ്യാവ് മുൻകണ്ടിട്ട് പറഞ്ഞു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, അറപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവനവിടെ തൻ്റെ താഴ്ത്തി നിശബ്ദനായിരുന്നു. നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു, നമ്മുടെ പാപനിമിത്തം അടിക്കപ്പെട്ടു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി മെശിഹായെ യേശുവിൻ്റെ ജനനത്തിന് 750 വർഷം മുമ്പ് കണ്ടു. ആമേൻ. ദാനിയേൽ പ്രവാചകൻ തൻ്റെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വലിയ ദർശനത്തിൽ കൂടി 69 ആഴ്ചവട്ടം, അതായത് തൻ്റെ കാലം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വരെയുള്ള സമയത്തെ മുൻകൂട്ടി കണ്ടു. അതിനുശേഷം 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ക്രിസ്തു അഭിഷക്തൻ അല്ലെങ്കിൽ മെസ്സിയ ഛേദിക്കപ്പെടുമെന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു. സ്നാപക യോഹന്നാൻ ചരിത്രത്തിൻ്റെ പ്രത്യേക കൃത്യമായ സമയത്ത് എഴുന്നേറ്റ് ഈ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ദിസ് ഇസ് ദ ലാം ദ ഹോൾ വേൾഡ് വെർ ലുക്കിംഗ് ഫോർ. ഈ ലോകം മുഴുവൻ കാത്തിരുന്ന കുഞ്ഞാട് ഇവനാണെന്ന് പറഞ്ഞു. സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ലോർഡ്. ആൻഡ് ദാറ്റ് ഹാപ്പൻ. ദൈവത്തിൻ്റെ പുത്രൻ കാൽവറിയിൽ
മരിച്ച് നമുക്ക് വേണ്ടിയുള്ള വലിയ വീണ്ടെടുപ്പ് സാധിച്ചു. ദൈവമക്കളെ, നാം ഈ കാര്യം ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു അംശം പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചെങ്കിലും they had only just a glimpse, ഒരു ചെറിയ വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജ്ഞാനികളായിരിക്കുന്ന ദൂതന്മാർക്ക് ഇത് അജ്ഞമായിരുന്നു. സാത്താന് ഇതിനെക്കുറിച്ചൊരു ക്ലൂമില്ലായിരുന്നു. നാം വായിക്കുന്ന എന്താണ്? എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന, കാലം തുടങ്ങിയതിന്റെ മുൻപ് മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി വീണ്ടെടുപ്പിന്റെ ഈ അതീവ രഹസ്യം യേശുക്രിസ്തുവിൽ സാധ്യമായി തീരേണ്ടതും അത് മുഖാന്തരം ദൈവത്തെ സേവിക്കേണ്ട ഒരു സന്തതിയെ കുറിച്ചും ഈ അത്ഭുതമായിരിക്കുന്ന സ്വർഗീയ വീണ്ടെടുപ്പിനെ കുറിച്ച് ആർക്കും ക്ലൂ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഹിഡൻ ഇൻ ഗോഡ്. മതി, ദൈവത്തിൽ മറഞ്ഞു കിടന്ന രഹസ്യമാണ്. ചെയ്ത കാര്യങ്ങളൊക്കെ ദൂതന്മാർ സ്പെക്ടേറ്റേഴ്സ് ആയിരുന്നു, ഒരു കാഴ്ചക്കാരായിരുന്നു. ദൈവം ഒരു ബൃഹത്തായിരിക്കുന്ന പദ്ധതി ചെയ്ത് ഏദൻ തോട്ടത്തിലെ ആ പൂങ്കാവനത്തിലെ മഹത്വം കണ്ട് ദൂതന്മാർ ഉല്ലസിക്കുന്ന സമയത്താണ് ഏദനിലെ ദുരന്തമുണ്ടായത്. വാട്ട്സ് ഹാപ്പനിങ്? എന്ത് സംഭവിക്കുന്നു? ക്യാൻ ഗോഡ് ഫെയിൽ? ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടാൻ കഴിയുമോ? വാട്ട്സ് ഹാപ്പനിങ്? അന്ന് തുടങ്ങി സംഭവിക്കുന്ന കാര്യങ്ങൾ ദൂതന്മാർ നോക്കിക്കൊണ്ടിരുന്നു. ദൈവം നോക്കുമ്പോൾ ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് വിത്ത് മാൻ. ദൂതന്മാർ നോക്കുമ്പോൾ ദൈവം പിന്നെയും മനുഷ്യൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഡ് ഹാസ് നോട്ട് ലെഫ്റ്റ് ദം. ഒരു ജാതിയെ മുഴുവൻ തിരഞ്ഞെടുത്ത് കണ്ടു. ഗോഡ് ഈസ് ഷോയിങ് ഹി ഹാസ് ഗ്രേറ്റർ പ്ലാൻ. ദൈവത്തിന് കുറച്ചുകൂടെ വലിയ പദ്ധതികളുണ്ടെന്ന് കാണുകയാണ്. പ്രവാചകന്മാർ പ്രവചിക്കുവാനായിട്ട് തുടങ്ങി. ഗോഡ് ഹാസ് സംതിങ് മോർ. ദൈവത്തിന് കുറച്ചുകൂടെ വലിയ പദ്ധതികളുണ്ട്. അങ്ങ് സമയത്താണ് തങ്ങൾ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പറഞ്ഞ് രാപ്പകൽ ആരാധിച്ചു കൊണ്ടിരുന്ന പുത്രനായിരിക്കുന്ന ദൈവം ഒരു ദിവസം തൻ്റെ ദൈവിക പദവികൾ ഉപേക്ഷിക്കുന്നതായിട്ട് കണ്ടത്, ദൈവിക മഹത്വം ഉപേക്ഷിക്കുന്നതായി കണ്ടത്. He came down. ഒരു മനുഷ്യൽ താൻ ചെറുതായി. ആ മനുഷ്യൻ ദൂതന്മാർ പ്രതീക്ഷിച്ച വണ്ണം no world in his glory can hold. ലോകത്തിന്റെ സകലവും ചേർത്താൽ അവന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തയിടത്ത് ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു. ക്രിസ്മസിന്റെ മഹത്വം എന്താണെന്ന് അറിയാമോ? God became infinitesimally small for my sake. എനിക്ക് വേണ്ടി ദൈവം ചെറുതിലും ചെറുതായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ ദൈവികമായിരിക്കുന്ന ഒരു പദവിയില്ലെന്ന് മാത്രമല്ല, he chose to be smaller and humbler. എല്ലായിടത്തും ചെറുതും കൂടുതൽ വിനയപ്പെട്ടവനുമായി അവരുടെ നടുവിലൊക്കെയും അവരുടെ വേദനയും സങ്കടങ്ങളും ഒക്കെയും വഹിക്കുകയും നന്മ ചെയ്തുകൊണ്ട് അതിന് നടുവിൽ പോവുകയും ചെയ്തു. No one knew he was God. അവൻ ദൈവമാണെന്ന് ആരും അറിഞ്ഞില്ല. ദൂതന്മാർ നോക്കി നിൽക്കുമ്പോൾ അവനെ പുച്ഛിക്കുന്നു, അവനെ തള്ളിക്കളയുന്നു, അവനെ നേരെ വിപരീതമായി സംസാരിക്കുന്നു. But this man is so silent. അവൻ നിശബ്ദനായി ഇതൊക്കെയും കേൾക്കുകയും സഹിക്കുകയും ചെയ്യും. ഒരു ദിവസം അവൻ പിടിക്കപ്പെടുന്നു. അവനെ പുച്ഛിക്കുന്നു, നിന്ദിക്കുന്നു, അവൻ്റെ മുഖത്തെ തുപ്പുന്നു. ഒറ്റ രാത്രി കൊണ്ട് 5 അധികാരികളുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്നു. സർവലോകത്തിനും ന്യായം വിധിക്കുവാനിരിക്കുന്ന ഭക്തനായിരിക്കുന്ന ദൈവത്തെ 3 കോടതികളിലൊന്ന് വിസ്തരിച്ചു. But be humble. നിശബ്ദനായും വിനയപ്പെട്ടവനായും ആ ക്രൂരമായിരിക്കുന്ന നിഷ്ഠൂരമായിരിക്കുന്ന സകല പീഡയും താൻ സഹിച്ചു. മൃതനായിരിക്കുന്ന മനുഷ്യന് മുമ്പാകെ അവൻ കുനിഞ്ഞു നിന്നു. ദൂതന്മാർ ധരിച്ചു
ഏത് സമയത്തും ഒരു അത്ഭുതം നടക്കാം. നിർമ്മലേശ്വരായി അവർ നോക്കി നിൽക്കുകയായിരുന്നു. ഏത് സമയത്തും യേശു ക്രിസ്തുവിൽ ഉള്ള ദൈവത്വം ഉണർന്ന് അത് പ്രഖ്യാപിക്കപ്പെടും, അത്ഭുതം കാണപ്പെടും എന്നുള്ള നിലയിൽ അവർ നോക്കി നിന്നു. ബട്ട് നത്തിങ് ഹാപ്പൻ. ദാഹിക്കുന്നവൻ വെള്ളം ചോദിച്ചു. 6 മണിക്കൂർ ആ കാൽവറിയിൽ തൂങ്ങിക്കിടന്നു. നത്തിങ് ഹാപ്പൻ. അവനെ അടക്കി. ഉദ്വേഗജനകമായിരിക്കുന്ന ഓരോ ദിവസങ്ങൾ 3-ാം ദിവസവും വന്നു. ദൂതന്മാരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒറ്റ കാര്യത്തിലാണ്. വാട്ട്സ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? അവനെ അന്വേഷിച്ച് അവനെ സ്നേഹിച്ച സ്ത്രീകൾ കല്ലറയ്ക്കൽ വന്നു. എവറിത്തിങ് ഇസ് ബ്ലാങ്ക്, എല്ലാം ശൂന്യമായിരിക്കുന്നു. പെട്ടെന്ന് ഇതാ യേശു തൻ്റെ പ്രഭാവത്തോടെ എഴുന്നേറ്റ് വരുന്നു. സ്വർഗത്തിൽ ദൂതന്മാർക്ക് എത്ര വലിയ ആനന്ദം, എത്ര വലിയ ആഹ്ലാദം സ്വർഗത്തിൽ കാണപ്പെടുന്നു. അവർ കാത്തിരിക്കുകയാണ്. 40 ദിവസം അവരുടെ നടുവിൽ സഞ്ചരിക്കുന്നു. 40-ാം ദിവസം യേശു ക്രിസ്തു തൻ്റെ മുഴുവൻ തേജസ്സും മഹത്വവും ധരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. ദൂതന്മാരുടെ ആരാധ്യനായി അവൻ വീണ്ടും തീർന്നു. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ദൂതന്മാർ നോക്കി നിൽക്കുമ്പോൾ ഇതാ ഭൂമിയിൽ കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുന്നു. 1, 2, 3, 4 ഓരോ ദിവസം കഴിഞ്ഞു. 50-ാം ദിവസമായി. തങ്ങൾ ആരാധിച്ചിരുന്ന പരിശുദ്ധാത്മാവിത തങ്ങളെ വിട്ട് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തി ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കാനായിട്ട് തുടങ്ങുന്നു. സ്വർഗത്തിലെ ആരാധന വിട്ട് ഭൂമിയിലെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധനയുടെ നടുവിലേക്ക് ദൈവം ഇതാ വന്നിരിക്കുന്നു. അവനിപ്പോൾ അധിവസിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിലാണ്. Praise the Lord. Praise the Lord. All on a sudden it's all new people. പുത്തൻ ആളുകളാണ്. Nobody can stand their words. അവരുടെ വാക്കുകൾക്ക് നേരെ നിൽപ്പാൻ ആർക്കും കഴിയുന്നില്ല. They don't say we are weak and ignorant. ഞങ്ങൾ അജ്ഞാനികളും ബലഹീനരുമാണെന്നുള്ള വാക്കുകൾ മാറി. What a darkness. എത്ര ധൈര്യശാലികളായിട്ട് അവർ നിൽക്കുകയാണ്. കാട്ടുതീ പോലെ അവരുടെ സന്ദേശം പോയി. 3000 പേർ സ്നാനപ്പെട്ടു, 5000 പേർ സ്നാനപ്പെട്ടു. അനേകടത്തേക്ക് സുവിശേഷ നാദം കടന്നുപോയി. എല്ലായിടത്തും ആളുകൾ ജീസസ് ഈസ് ലോർഡ്, യേശു കർത്താവ് എന്ന് പറയുന്നു. അവർ സാക്ഷിക്കുന്നു. I was sinner. ഞാൻ പാപിയായിരുന്നു, ഞാനിപ്പോൾ വിശുദ്ധനാണെന്ന് സാക്ഷിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. നിരാശയുടെ വാക്കുകൾ അവരുടെ അന്തരംഗത്തിലില്ല. അന്ധകാലത്ത് സ്ഥാനത്ത് പ്രകാശം ലഭിച്ച് പ്രത്യാശയുള്ളൊരു പുത്തൻ ജനം. പത്രോസ് ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? ദൂതന്മാരെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. ഇപ്പോൾ വായിക്കേണ്ട 1 പത്രോസ് 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഈ രഹസ്യമുണ്ടല്ലോ. സെമിനാരി പോയോ ഒരിടത്തും കിട്ടുന്ന കാര്യമില്ല. ദൂതന്മാരിത് നോക്കി പഠിക്കുകയാണ്. ഓ ഇതായിരുന്നോ? We thought, how could God fail? ദൈവത്തിന് എങ്ങനെ പരാജയം സംഭവിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചു. If God commanded, ഒരു നിമിഷം ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ we could do it all. ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമായിരുന്നു. Why was Jesus dumb like a lamb? ശബ്ദിക്കാതൊരു കുഞ്ഞാടായിട്ട് യേശു എന്തുകൊണ്ട് അതെല്ലാം സഹിച്ചു? Hallelujah. They learn. ദൈവസഭയെ നോക്കി ദൂതന്മാരും അതിലേക്ക്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് Yes. പ്രവചിച്ച പ്രവാചകന്മാർ Yeah. ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. Yeah. അവരിലുള്ള ക്രിസ്തുവിന് അവനുള്ള ക്രിസ്തുവിന് ആത്മാവ്. ഇത് തങ്ങൾക്ക് വേണ്ടിയല്ല, വരുവാനുള്ള നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവചിച്ചെന്ന് പറഞ്ഞു. അടുത്ത ഭാഗം വായിക്കാം. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും
പിൻവരുന്ന മഹ്മിയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ Yeah. സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, Yes. നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു Yes. എന്നവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നയച്ച Yeah. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറിഞ്ഞു കിടന്ന മർമ്മം നിങ്ങൾക്ക് കുറേശ്ശെ ഇപ്പോൾ ദൈവം അയച്ച പരിശുദ്ധാത്മാവിനാൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. ദൈവദൂതന്മാർ പ്രപഞ്ചം അവർക്ക് രഹസ്യമല്ല, നക്ഷത്രങ്ങളൊക്കെ രഹസ്യമല്ല. അവർക്ക് ഇന്നത്തെ ടെലസ്കോപ്പ് ആവശ്യമില്ല, ഇന്നത്തെ ഗണിതശാസ്ത്രത്തിന്റെ പ്രശ്നം അവർക്കില്ല. They know the mystery behind all this great creation. ഈ വലിയ സൃഷ്ടിയുടെ പുറകിലുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന എൻ്റെ രക്ഷ സംബന്ധിച്ചുള്ള ദൈവിക ജ്ഞാനം നോക്കിയവർ പഠിക്കുകയാണ്. ഹൂ ഈസ് ഹിസ് മാൻ? ഈ മനുഷ്യൻ ആരാണ്? എങ്ങനെ നടന്ന ആളാണ്? അവൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? അവൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് ഹാപ്പൻ ടു ദിസ് മാൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാട്ട് ഡസ് ദി ഏഞ്ചൽ ലേൺ ഫ്രം യു? ദൂതൻ നിന്നെ നോക്കി എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? Hallelujah. Hallelujah. Grace. ദൈവത്തിൻ്റെ കൃപ ലഭ്യമായിരിക്കുന്നത് എൻ്റെ ജീവിതം ദൂതന്മാർക്കൊരു പഠന വിഷയമാകുന്നതിന് വേണ്ടിയിട്ടാണ്. There is so much to learn of God. ദൈവത്തെക്കുറിച്ച് അനവധി കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതം നോക്കി പഠിക്കുവാനായിട്ടാണ് ഈ കൃപ നിനക്ക് നൽകിയത്. Praise the Lord. ഇതിൻ്റെ മറുവശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സാത്താനും ദൈവഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഈ രഹസ്യത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു. സാത്താൻ നോക്കിയപ്പോൾ മനുഷ്യൻ്റെ പതനത്തെ തുടർന്ന് വന്ന പാപത്തിൻ്റെ വൈകൃതങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ക്രൂരതകൾ, പീഡനങ്ങൾ, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ വന്ന ഇതെല്ലാം കണ്ട് സാത്താൻ അട്ടഹസിച്ചു. സാത്താൻ വിചാരിച്ചു, ഫൈനലി ഐ സബോട്ടേജ് ദ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ തകർത്തു എന്ന് സാത്താൻ വിചാരിച്ചു. എന്നാൽ അവർ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ട്രൂ വിത്ത് എവ്രിബഡി. എല്ലാവരുടെയും കാര്യത്തിൽ അതുപോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലയിടത്തും ദൈവത്തിലേക്ക് പ്രതികരിക്കുന്ന ഭക്തന്മാർ, വൺ ഹിയർ വൺ ദേർ, ഇവിടെയും അവിടെയും ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അങ്ങനെ തന്നെ ഒഴുകാത്ത ചിലർ. They stood away from the flow of this world. ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽ നിന്നും മാറി നിൽക്കുന്ന ചിലർ, നോഹയെ പോലെ ചിലർ, അബ്രഹാമിനെ പോലെ ചിലർ, മോശയെ പോലെ ചിലർ. Singular people came out, stood for God. ദൈവത്തിന് വേണ്ടി നിവരെ നിൽക്കുന്നവർ. സാത്താൻ ചിന്തിച്ചു, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ദൈവം ഒരു ജനതയെ അവരോട് ചേർന്ന് വർക്ക് ചെയ്യുന്നത് കണ്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാത്താനും ഏറ്റവും വലിയ കിടിലമായി തീർന്നത് മറിയയിൽ, കന്യക മറിയയിൽ യേശുവിൻ്റെ ജനനമാണ്. നിങ്ങൾ വിചാരിക്കരുത് യേശുവിൻ്റെ ജനനത്തിൽ ഭയപ്പെട്ടു പോയത് ഹെരോദാവാണെന്ന് വിചാരിക്കരുത്. ഹെരോദാവ് ഭയപ്പെട്ടു, തൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നം മാത്രമേ എനിക്കുണ്ടായത്. എന്നാൽ തൻ്റെ സകല രാജ്യവും സാമ്രാജ്യവും നടുങ്ങുമെന്നുള്ള ബോധം ആദ്യമായി സാത്താന് കിട്ടിയത് യേശു മറിയയിൽ പൂജാതനായപ്പോഴാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹെരോദാവിൻ്റെ അന്തരംഗത്തെ സ്വാധീനിച്ച് ഏതാണ്ട് കണക്കെടുത്ത് ആ സമയത്തിന് താഴെയുള്ള കുട്ടികളെ എല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചു. യേശു പൈതലിനെ അവിടെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. പല അവസരങ്ങളുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് പല മതവിശ്വാസികൾ, യഹൂദ ഭക്തന്മാരെ കൊണ്ട് പല നില യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ
പിശാച് പല തന്ത്രങ്ങളിട്ടു നാം കാണുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു മനുഷ്യ മനസ്സിന് ഗ്രഹിപ്പാൻ കഴിയാത്ത നിലയിലുള്ള പരിശോധനയാണ് യേശു നേരിട്ട പരിശോധന. അതിനെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും we know so little about it. അതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. എങ്ങനെയെങ്കിലും യേശു കർത്താവ് ലോകത്തിൽ വന്ന ദൗത്യത്തിൽ നിന്നും പിതാവിനെ തന്നെ വിനയപ്പെടുത്തി വിധേയപ്പെടുത്തുന്നതിൽ നിന്നും മാറ്റുവാൻ എല്ലാവിധമായിരിക്കുന്ന പ്രവൃത്തികളും പിശാച് ചെയ്തു. തന്നെ യെരൂശലേമിനെ നോക്കി ലക്ഷ്യമാക്കി യെരൂശലേമിലേക്കുള്ള തൻ്റെ പ്രയാണം മറുമലയിൽ താഴെ ഇറങ്ങി വന്ന് തുടങ്ങിയപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? പത്രോസിനെ, തൻ്റെ അരിമ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ സ്വാധീനിച്ച് ആ ദൗത്യത്തിൽ നിന്ന് യേശുവിനെ മാറ്റുവാൻ. He was always trying to dissuade Jesus from his mission. തൻ്റെ നിയോഗത്തിൽ നിന്ന് എപ്പോഴും മാറ്റുവാൻ എല്ലാവിധമായിരിക്കുന്ന തന്ത്രങ്ങളും തൻ്റെ ചുറ്റും സാത്താൻ നിവർത്തിച്ചു. ഉള്ളിൽ തൻ്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന യൂദ എന്ന ശിഷ്യൻ മുഖാന്തരവിനെ ഒറ്റുകൊടുത്തു. വലിയ പീഡനത്തിലും ക്രൂരതയിലും കൂടി അവൻ കടന്നുപോയി. താൻ സൃഷ്ടിച്ച ബലഹീനനായിരിക്കുന്ന മനുഷ്യനാൽ ഒടുവിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. അപ്പോഴും സാത്താൻ അറിയത്തില്ല where will this end, ഇത് എവിടെ അവസാനിക്കുമെന്ന് മാത്രം അറിയത്തില്ല. യെസ്, ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കണം. ഈ ജീസസ് ഫിലിമൊക്കെ വളരെ നല്ലതാണ്, സുവിശേഷം വളരെ നല്ല ഉപാധികളായിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഈ പാഷൻ ഓഫ് ജീസസ് ഇടയ്ക്കിടയ്ക്ക് നാം ടി വിയിലൊക്കെ കാണുന്നതാണ്. പലയിടത്തും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് ഓൺലി പാർഷ്യലി ട്രൂ. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ പാഷൻ ഓഫ് ജീസസിൽ കാണുന്നതാണ് എന്ന് നാം ധരിച്ചു പോകരുത്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫിസിക്കൽ, ശാരീരികമായിരിക്കുന്ന കഷ്ടാനുഭവം മാത്രം ഇവിടെ കാണുന്നു. Who knew the agony of the soul in Jesus? യേശുക്രിസ്തുവിൻ്റെ പ്രാണനിലുണ്ടായ ആ വലിയ വേദന എന്താണെന്ന് ആരറിഞ്ഞു? എന്തെല്ലാം കാര്യങ്ങളാണ് കാൽവറിയിലെ ഈ 6 മണിക്കൂറിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ശാരീരികമായിരിക്കുന്ന ഏറ്റവും വേദന നിറഞ്ഞ ക്ലേശം ഒന്നുമല്ല കാൽവറിയിൽ യേശു നടത്തിക്കൊണ്ടിരുന്ന വലിയ പോരാട്ടം. സോ മച്ച് ഹാപ്പൻഡ് ഓൺ കാൽവറി. 6 മണിക്കൂറിൽ അനേക കാര്യങ്ങൾ കാൽവറിയിൽ നടന്നു. അതിനെക്കുറിച്ച് അല്പം ഒക്കെ ഗ്രഹിപ്പാൻ തിരുവനന്തപുരത്ത് കഴിയും. എന്നാൽ ഈ ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയുകയാണ്. ആ കാൽവറിയിലെ ആ മണിക്കൂറുകളിൽ യേശു ക്രിസ്തു ഒരു വലിയ പോരാട്ടം കഴിക്കുകയായിരുന്നു. ഇൻ എ ഫിയേഴ്സ് ബാറ്റിൽ, ശക്തിയേറിയ ഭയങ്കരമായിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിലായിരുന്നു കാൽവറിയിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ സമയം. എന്തായിരുന്നു അറിയാമോ? എ ബാറ്റിൽ വിത്ത് ദ എനിമി ഓഫ് മാൻ. മനുഷ്യൻ്റെ ശത്രുവായിരിക്കുന്ന പിശാചിനോടുള്ള പോരാട്ടമായിരുന്നു അത്. ആമേൻ. നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നിവർത്തിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സാത്താൻ സർവായുധവർഗം വഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാതാളത്തിന്റെ ശക്തി അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു. സാത്താൻ എന്നേക്കുമായി തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിധി ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ മേൽ നിയമപരമായി സാത്താൻ ഉണ്ടായിരുന്ന അവകാശം ഈ സ്ട്രിപ്റ്റ് ഓഫ് ഹിം, അവൾ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. തന്റെ സന്നിധിയിലേക്ക് ആരൊക്കെ തിരിയുമോ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇതാ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഹല്ലേലൂയ. സാത്താൻ കുറ്റവാളിയായി കുറ്റം പറഞ്ഞിരുന്ന അപരാധിയുടെ വാക്കുകൾക്ക് ഇനി ഒരിക്കലും പ്രസക്തിയില്ല. യേശുവിനെ ആരേറ്റു പറയുമോ, ദൈവരെ മക്കളായും വിശുദ്ധരായും കൈക്കൊള്ളുന്നു. The devil's power is vanquished. ഇതാ പിശാചിന്റെ ശക്തി ഇവിടെ തകർക്കപ്പെടുന്നു. യേശു കാൽവറിയിൽ പിശാചിനെ ജയിച്ചത് ദൈവമായിട്ടല്ല, മനുഷ്യനായിട്ടാണ്.
That is my victory. എന്റെയും കൂടെ ജയമാണ്. That's your victory. അത് നിന്റെയും കൂടെ ജയമാണ്. Amen. Hallelujah. ഈ ധൈര്യം ദൈവമക്കളെ സാത്താൻ നോക്കിയപ്പോ ഈ വലിയ സന്ദേശം പുറത്തേക്ക് പോവുക, ആ സന്ദേശത്തിൽ യേശു രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, പിശാച് തോറ്റു എന്നുള്ള സന്ദേശം കൂടെ പോകുകയാണ്. Yes, no more authority. നിന്റെ പേരിൽ അധികാരമില്ല എന്നുള്ള ശബ്ദം കൂടി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടുന്നു. പല നിലയിൽ സാത്താന്റെ അടിമത്തത്തിലായിരുന്നവർ ഇതാ സ്വതന്ത്രരായിത്തീരുന്നു. Praise the Lord. വെറും ഒരു ആൾക്കൂട്ടമല്ല, രക്ഷിക്കപ്പെട്ട കുറെ പേരല്ല. Here is a temple of God. ഇതാ ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തെ കേൾക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആട്ടിൻകൂട്ടം. ഓ ഹല്ലേലൂയ! യേശുക്രിസ്തുവിന്റെ നിറവ് സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരം, തന്നെ ഭൂമിയിൽ സേവിക്കേണ്ട പുരോഹിതവർഗം. ഓ ഹല്ലേലൂയ! തന്നെ കാത്തിരിക്കുന്ന, തന്റെ ഹൃദയവും പ്രേമവും വെച്ച് നോക്കി പാർക്കുന്ന മണവാട്ടി. ആമേൻ. ഹല്ലേലൂയ! When you know this, നിങ്ങൾ അറിയുമ്പോൾ how can you be silent? നിശബ്ദരായിരിക്കുന്നവർ, വായടഞ്ഞിരിക്കുന്നവർ, സ്തുതിയില്ലാത്തവർ, അവർക്ക് പ്രകാശം ലഭിക്കട്ടെ. കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് നിവർത്തിച്ചു എന്നുള്ളത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! Knowing what Calvary accomplished, കാൽവറിയിൽ എന്ത് സാധിച്ചു എന്നുള്ളത് is explosion to your life. നിന്റെ ജീവിതത്തിന് സ്ഫോടനം കൊണ്ടുവരുന്നതാണ്. Praise the Lord. ദൈവമക്കളെ, അത് മാത്രമല്ല, പിശാച് മനുഷ്യനെ അടക്കി വാണിരുന്ന സമയത്ത് ഈ രക്ഷിക്കപ്പെട്ട ജനം ഇപ്പോൾ ആരാണെന്നറിയാമോ? They are an army. അവരിന്ന് ഒരു പോരാട്ട സംഘമാണ്, അവർ സൈന്യമാണ്. Praise the Lord. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്ന് മാത്രമല്ല, ആ പ്രവൃത്തിയിൽ നിന്ന് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സഭയ്ക്കാണ്, നിനക്കാണ്, എനിക്കാണ്. Praise the Lord. അവന്റെ തന്ത്രങ്ങൾ തകർക്കുവാൻ, മനുഷ്യന്റെ ശത്രുവായിരിക്കുന്ന പിശാചിന്റെ പദ്ധതികൾ പൊളിയുവാൻ, യേശുക്രിസ്തുവിന്റെ രാജ്യവുമായിട്ട് മുമ്പോട്ട് പോകുവാൻ. നിങ്ങൾക്കറിയാമോ, ദൈവസഭ ദൈവത്തിന്റെ രാജ്യമാണ്. നിന്റെ ഭവനം ദൈവത്തിൻ്റെ രാജ്യമാണ്, നിന്റെ കുടുംബം ദൈവത്തിൻ്റെ രാജ്യമാണ്, നിന്റെ ജീവിതം ദൈവത്തിൻ്റെ രാജ്യമാണ്. God has his authority through his redemption in Christ. യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൽ. ഞാൻ ഏത് രാജ്യത്തിലാണ്? Lord, you are my authority. നീയാണ് എൻ്റെ അധിപൻ. നിന്റെ വചനമാണ് എന്നെ നടത്തുന്നത്. എൻ്റെ അകത്തെ സന്ദേശം നിന്റെ സന്ദേശമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം കാൽവറിയിൽ നിന്നെന്ന പ്രകാശമാണ്. എൻ്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്. ഞാൻ അനുസരിക്കുന്ന നിന്നെയാണ്. I am the kingdom. ഞാൻ നിന്റെ രാജ്യമാണ്. Praise the Lord. ഇനി ഞാൻ പറയുകയാണ്, അവസാനത്തെ ആ വലിയ അത്ഭുതം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം, അവസാനത്തെ മഹത്വം എവിടെയാണ് വെളിപ്പെടുന്നത്? നാം കൃപ പ്രാപിച്ചു, കൃപയെ അനുഭവിച്ചു, കൃപയിൽ സന്തോഷിക്കുന്നു. പക്ഷെ നമ്മുടെ വിളി കൃപാജീവിതമാണ്. നമ്മുടെ വിളി കൃപയുടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹര പ്രവൃത്തിയാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട കൃപയുടെ മനോഹര പ്രവൃത്തിയാണ്. ആ വിളിയിലാണ് നാം. അതിനെക്കുറിച്ച് തിരുവചനം എന്താ പറയുന്നത്? എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 10 തുടങ്ങി വായിക്കാം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഇതിന്റെ തുടക്കം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൂതന്മാർ മാത്രമല്ല, നമുക്ക് ലഭിച്ച രക്ഷയും നമ്മയും കണ്ട് ദൈവത്തിന്റെ ജ്ഞാനം പഠിക്കുന്നു. പിശാചും ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിടുന്ന ആ രഹസ്യം ദൈവസഭയെ നോക്കി പഠിക്കുകയാണ്.
ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ അറിവ്, ഈ ലോകത്തിന്റെ ഭൗതികത, ഈ ലോകത്തിന്റെ നൈമിഷികതയുടെ പിമ്പാകെ ഈ ജനതയെ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറണ്ടിൽ നിന്ന് മാറ്റി വീണ്ടെടുക്കപ്പെട്ടവരെ നോക്കി സാത്താൻ പഠിക്കുകയാണ്, മൈ പ്ലാൻസ് ഫൈനലി ഫെയിൽഡ്. എൻ്റെ പദ്ധതി ഒടുവിൽ പൊളിച്ചു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കാം. തന്റെ സന്നിധിയിൽ വിശുദ്ധരും, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവനിൽ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് that we be adopted, ദത്തെടുക്കേണ്ടതിന്. അത് മലയാള ഭാഷ വളരെ പരിമിതമാണ്, അത് ശരിയല്ല. ഇംഗ്ലീഷ് ബൈബിളിലുള്ളവർക്ക് ശ്രദ്ധിക്കാം. ടു അഡോപ്റ്റ് us as son, നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായി തീർന്നു? മക്കളായി തീർന്നു, കുഞ്ഞുങ്ങളായി തീർന്നു. ഇപ്പൊ എന്താ ദൈവം ചെയ്യുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ God is making sons. ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചല്ലോ, കൃപയുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കരകൗശലം എന്ന് പറയുന്നത്, വർക്ക്മാൻഷിപ്പ് ഓഫ് ഗ്രേസ്, കൃപയ്ക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായിരിക്കുന്ന പ്രവൃത്തി നമ്മൾ തികയ്ക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ളൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള തിരുവചനത്തിലെ മറ്റൊരു പദപ്രയോഗമാണ് എപ്പോൾ വായിച്ചത്. എന്താണ് ആ മനോഹരമായിരിക്കുന്ന കൃപയുടെ പ്രവൃത്തിയുടെ പര്യായം എന്താണെന്ന് അറിയാമോ? സൺഷിപ്പ്, പുത്രത്വം. സഹോദരിമാർ, നിങ്ങളതിനകത്ത് ഉൾപ്പെട്ടതെന്ന് വിചാരിക്കേണ്ട, പുത്രിമാർ. Amen. God is making sons. ദൈവം പുത്രന്മാരെ ഉളവാക്കിയാണ്. ഈ കൊഞ്ചുവാക്ക് പറഞ്ഞാൽ മനസ്സിലാകാഴിക, പെട്ടെന്ന് കരയുക, ഇരിക്കുന്നിടത്ത് ഇരിക്കുക, നിർബന്ധം പിടിക്കുക, അതൊക്കെ കുഞ്ഞുങ്ങളാണ്. Who are sons? പുത്രന്മാരാരാണ്? ഈ പുത്രൻ എന്നുള്ള വാക്ക് തിരുവചനത്തിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവകാശി യേശു ക്രിസ്തുവാണ്. God has just one son. ദൈവത്തിന് ഒറ്റപുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, യേശു ക്രിസ്തുവാണ്. ഇനി ദൈവം കുറെ പുത്രന്മാരെ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടത് ഒരു ശൈശവതയ്ക്ക് വേണ്ടിയല്ല. That's just a beginning, ഒരു തുടക്കം മാത്രമാണ്. യേശു ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ള പുത്രിയും പുത്രനുമാകുവാൻ, അവൻ്റെ ജീവൻ, അവൻ്റെ പ്രകൃതം, അവൻ്റെ ദൈവസാരൂപ്യം, അവൻ്റെ തികവ്, അവൻ്റെ അളവ്, പുത്രൻ. പിന്നെ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ മറ്റെന്താണ് വെളിപ്പെടുത്തിയത്? ഭൂമിയിലായിരുന്ന സമയത്തെല്ലാം എന്താ വെളിപ്പെടുത്തിയിരുന്നത്? ഇത് കഴിഞ്ഞേച്ച് വേണം, അത് വിറ്റേച്ച് ഇത് വാങ്ങി. ദിസ് വാസ് നോട്ട് ഹിസ് സബ്ജക്റ്റ്. ഈ ഭൂമിയിൽ അത്യാവശ്യമായവൻ ജീവിച്ചു, ദൈവം നൽകിയതിൽ തൃപ്തിപ്പെട്ടു. ഹി ഹാഡ് എ ഗ്രേറ്റർ മിഷൻ. അതിനപ്പുറത്ത് ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നത്? തൈ കിങ്ഡം കം, അവിടുത്തെ രാജ്യം വരെയാണ്. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല തേക്കാണ്. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. He was busy with the kingdom. ദൈവരാജ്യം സംബന്ധിച്ച് അവൻ്റെ ഹൃദയം വ്യാപൃതമായിരുന്നു. What the Father says, പിതാവ് പറയുന്നത്, അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നു, അവൻ പറയുന്നത് ഞാൻ പറയുന്നു, ഞാൻ കാണുന്നത് ഞാൻ പ്രവർത്തിക്കുന്നു. It is all about the Father and His will and His plan. പിതാവും പിതാവിൻ്റെ ഉദ്ദേശങ്ങളും പിതാവിൻ്റെ പദ്ധതികളും കൊണ്ട് എ കിങ്ഡം മൈൻഡ്. അതാണ് പുത്രൻ എന്ന് പറയുന്നത്. ദൈവമേ, നിൻ്റെ രാജ്യം ഇവിടെ എന്നെ തൽക്കാലത്തേക്ക് ആക്കിയിരിക്കുന്നു. ഒരിടത്ത് ട്രാൻസ്ഫറായി എൻ്റേതല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ തിരുവചനം പറയുന്നത്, പിൽഗ്രിം ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ അന്യനും പരദേശിയും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് അവൻ കർത്താവായി വരുമെന്ന് നോക്കി നാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇതാണ് പുത്രൻ. പുത്രൻ ആരാണ്? പിതാവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവൻ. ദിസ് ഇസ് കൊള്ളാല്ലേ? മാൻ, യു ആർ കോൾഡ് ഫോർ ദിസ്. യേശു ക്രിസ്തുവിനോടൊപ്പം മറ്റൊരു പുത്രനാകാനായിട്ടാണ് നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത്.
sonship, പുത്രന്മാർ. Praise the Lord. And this is our opportunity. പലരും അതൃപ്തിയിൽ ജീവിക്കുന്നു, പരമാർത്ഥത നഷ്ടപ്പെടുന്നു, വിനയമില്ലായ്മ, തന്നെ താൻ താഴ്ത്താൻ കഴിയുക. They are moving away from sonship. പുത്രത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. പലർക്കും വാശി, നിർബന്ധം, സ്വസ്നേഹം, വലിപ്പഭാവം, ജഡപ്രകാരം തുടരുന്നു, നിർബന്ധബുദ്ധിയിൽ തുടങ്ങുന്നു. They are moving away from sonship. പരിശുദ്ധാത്മാവിൻ്റെ നടപ്പിലും പരിശുദ്ധാത്മാവിനെ രൂപീകരിക്കാനും കഴിയാത്ത നിലയിൽ, ഉടയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ മാറിപ്പോകുന്നു. Man, your call is sonship. But നിന്റെ വിളി പുത്രത്വമാണ്. അനേകരും ദുഃഖകരമായി പറയട്ടെ, they are moving away from that. പലർക്കും യേശുവിനെ വേണ്ടത്. ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് ഒപ്പിച്ചെടുത്ത് എന്നാ പ്രാർത്ഥിച്ചാലും കിട്ടുമോ? അതിനെല്ലാം വിടുതലുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം മാൻ, സ്വർഗരാജ്യം നീ കാണണം. ഹല്ലേലൂയ. വിലയേറിയ നിക്ഷേപം, എൻ്റെ നിത്യതയുടെ സന്ദേശം, എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം, യേശു മരിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന മഹനീയമായിരിക്കുന്ന വിളി. Come on. അവിടേക്ക് പുത്രത്വത്തിലേക്കാണോ നാം വളർന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ അറിയാൻ കഴിയുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ 2 നിലയിലുള്ള ഗ്രോണിങ്, ഞരക്കത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഗ്രോണിങ്, ഒരു ഞരക്കം എന്താണെന്ന് ചോദിച്ചാൽ സകല സൃഷ്ടിക്കുമുള്ള ഞരക്കമാണ്. സകല സൃഷ്ടിക്കും. ഓഫ് ദിസ് വേൾഡ്, ഓഫ് ദിസ് കൈൻഡ്, ഓഫ് ദിസ് എർത്ത്, ഈ ഭൗതിക മായയായിരിക്കുന്ന വീണുപോയ പ്രപഞ്ചത്തിലുള്ളൊരു ഞരക്കമുണ്ട്. രോഗമൊരു ഞരക്കമാണ്, വേദന ഒരു ഞരക്കമാണ്, മോഹഭംഗങ്ങളൊരു ഞരക്കമാണ്, ജീവിതത്തിലെ ആഗ്രഹങ്ങളൊരു ഞരക്കമാണ്, അർത്ഥശൂന്യത ഒരു ഞരക്കമാണ്. ഈ സൃഷ്ടിയെ മുഴുവൻ ഭരിക്കുന്നൊരു ഞരക്കമുണ്ട്. People come to God's presence and they can never be rejoicing. അനേകരും ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും അവർക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. മറ്റൊരു ഞരക്കം വരെ പിടിച്ചിരിക്കുക, സകല സൃഷ്ടിയുടെയും ഞരക്കം. When can you rejoice? നിനക്ക് എപ്പോഴാണ് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയുന്നത്? റോമർ 8:23 നാം വായിക്കുന്നുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരൊന്ന് കൈവപ്പിക്കേ. ചിലർക്ക് വലിയ സംശയമാണ്, ഉറപ്പുള്ളവർ മാത്രം കൈവയ്ക്കാമോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നമുക്കൊരു ഞരക്കമുണ്ട്. എന്തിനുള്ള ഞരക്കമാണെന്നറിയാമോ? പുത്രത്വത്തിന് വേണ്ടിയുള്ള ഞരക്കം. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. പക്ഷേ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളല്ല. നടക്കുന്ന വഴിയിലും പ്രാർത്ഥന ഒരു ഞരക്കമാണ്. ദൈവസന്നിധിയിലേക്ക് ഞരക്കത്തോടെ അടുത്തു വരുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ഞരക്കത്തോടെ കേൾക്കുന്നു. ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം, ഈ വലിയ രക്ഷയ്ക്കായി സ്തോത്രം, ഈ വലിയ മഹാ സ്വാതന്ത്ര്യത്തിനായി സന്തോഷം, എല്ലാത്തിനും സ്തോത്രം. But I carry an inner groaning. അകത്തൊരു ഞരക്കം. എന്താണെന്നറിയാമോ? കർത്താവേ, കൃപമുഖാന്തരം നീ എന്നെ ഒന്നിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈൽഡ് ബർത്ത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു പദം ചൈൽഡ് ബർത്ത്. എന്താണെന്നറിയാമോ? പ്രസവവേദനയുടെ ഒരു ഞരക്കം. എന്താ ഈ പ്രസവവേദനം? സംതിങ് ഈസ് ടു ബി ബോൺ. ചിലത് ജനിക്കുക, ചിലത് പൂർത്തീകരിക്കപ്പെടുക. ഹല്ലേലൂയ. If you have that groaning, you are in the path of sonship. ആ ഞരക്കം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പുത്രത്വത്തിന്റെ ഞരക്കം. Amen. Hallelujah. എഫെസ്യർ 1:4-6 വാക്യങ്ങളിൽ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. ഇതൊക്കെ വായിച്ച് നമ്മൾ പ്രബലപ്പെടാൻ പോവുക ചെയ്യുന്നത്. Come on, stop. Know God's word. We are predestined as sons. പുത്രന്മാരായി ദൈവം കാലേ കൂട്ടി നമ്മെ നിയമിച്ചു. എന്തിനാ? കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. പ്രപഞ്ചത്തിന് കാണിക്കുവാൻ കഴിയുന്ന
ഒരു മഹത്വമുണ്ട്, ദൈവമഹത്വമുണ്ട്. ദിസ് ഈസ് സംതിങ് സർപാസിംഗ് ദാറ്റ്. അതിലുപരിയുള്ളൊരു ദൈവമഹത്വമാണ്. യേശു ക്രിസ്തു വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ്. എന്നാൽ അതിൽ നിന്നെന്ത് എന്ത് സംഭവിക്കുന്നു, എന്തുളവായി വരുന്നു? ഗോഡ് സെക്വേർഡ് സൺ. ദൈവം തൻ്റെ പുത്രന്മാരെ ദൈവത്തിന് ലഭ്യമായി തീരും. ഒരു പുത്രൻ്റെ സ്ഥാനത്ത് അനേക പുത്രന്മാർ. ഈ പുത്രന്മാർ എന്തുകൊണ്ടിരുന്നു? brings glory to his grace. ദൈവത്തിൻ്റെ കൃപയ്ക്ക് മഹത്വമുണ്ടാകും. ദൈവത്തിൻ്റെ കൃപയ്ക്ക് മഹത്വമുണ്ടാകും. Yes, this is our opportunity. ദൈവമക്കളെ, ചരിത്രത്തിൽ അനേക സ്മാരകങ്ങളുണ്ട്, അനുസ്മൃതികളുണ്ട്. ഈജിപ്തിലെ പിരമിഡ്സ് ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ പാറക്കല്ലുകൾ എങ്ങനെ അതിൻ്റെ മേളിലെത്തിച്ചു എന്നുള്ളത്. അത് ഇതുവരെയും ഇതുപോലെ നിൽക്കുവാൻ കഴിയുന്നത്. എവറിത്തിങ്. ഈജിപ്തിലെ പിരമിഡ്സ് കാണിക്കുന്ന ഫറോ രാജാവിൻ്റെ കാലത്തെ ജ്ഞാനത്തിൻ്റെ മഹത്വമാണ്. 1000-ലധികം വർഷമായിരിക്കുന്ന ആ ബ്രിട്ടീഷ് എംപയറിൻ്റെ പ്രൗഢി കാണിക്കുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ അതിൻ്റെ ചുവരുകളിലും മേൽച്ചുവരിലും കാണുന്ന മനോഹരമായിരിക്കുന്ന പെയിൻറ്റിങ് മൈക്കൽ ആഞ്ചലോയുടെ കരകൗശലം കാണുന്നതാണ്. അന്ത്യത്താഴമെന്ന് പറയുന്ന പ്രസിദ്ധമായിരിക്കുന്ന ആ ചിത്രരചന കാണിക്കുന്നത് ലിയോണാർഡോ വിൻസിയുടെ പ്രതിഭയാണ്. And now it's our turn. നാം ഒന്ന് വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. Praise the Lord. നാം കൃപ പ്രാപിച്ചു, കൃപയെ അനുഭവിച്ചു, തൻ്റെ ഹിതം നമ്മെ അറിയിച്ചു, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി, ഭക്തന്മാരോട് ചേർത്തമ്മയെ ആക്കി, തൻ്റെ വചനം നമുക്ക് തന്നു. ഹല്ലേലൂയ. Amen. As we yield, നാം അവന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ കർത്താവ് നമ്മെ നുറുക്കുന്നു, തൻ്റെ പാഠശാലയിൽ കൂടി നമ്മെ കൊണ്ടുപോകുന്നു, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു, തൻ്റെ ആത്മാവിനാലും ജീവനാലും നമ്മെ നിറയ്ക്കുന്നു. Praise the Lord. With time, സമയം കഴിയുമ്പോൾ യേശുവിൽ വിളങ്ങിയ ലാളിത്യം, സ്നേഹം, നിഷ്കളങ്കത, സംശുദ്ധി, ഇതെല്ലാം നമ്മൾ വിളങ്ങുവാനായിട്ടിടയായിത്തീരുന്നു. Amen. Hallelujah. ഭക്തന്മാർ നമ്മുടെ ജീവിതത്തെ കണ്ട് ഉത്സാഹം പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കണ്ട് അനേകർ മാതൃകയാക്കുന്നു. സത്യമായിരിക്കുന്ന ജീവിതം എന്താണെന്ന് ലോകത്തിന് നമ്മൾ വെളിപ്പെടുത്തുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി ദൈവം നമ്മെ പരമേൽപ്പിച്ച കാര്യങ്ങൾ നാം നിവർത്തിക്കുന്നു. We raise a generation for God. ദൈവത്തിനായിട്ടൊരു തലമുറയെ നാം ഉയർത്തുന്നു. We accomplish what God entrusted us to do. നമുക്ക് ചെയ്യുവാൻ ഏൽപ്പിച്ച കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് നിവർത്തിക്കുന്നു. Amen. We will leave a legacy when we die. നാം മരിക്കുമ്പോൾ നമ്മുടെ പിൻപിൽ ഒരു ആത്മീയ പൈതൃകം നാം വിട്ടേച്ചു പോകുന്നു. നമ്മുടെ നാമം, നമ്മുടെ ജീവിതം ദൈവകൃപയുടെ മഹത്വം എല്ലാവർക്കും വെളിപ്പെടുത്തുന്നു. Amen. ഹല്ലേലൂയ. എന്തൊരത്ഭുതം! ദൂതന്മാർ വിസ്മയം കൊള്ളുന്നു, പിശാചിന്റെ ലോകം കണ്ട് നടുങ്ങിപ്പോകുന്നു, ഭക്തന്മാർ സന്തോഷിക്കുന്നു, ലോകം കണ്ട് വിസ്മയിക്കുന്നു, ദൈവനാമം മഹത്വപ്പെടുന്നു. നമുക്കറിയാമല്ലോ, സ്വർഗത്തെ മനോഹരമാക്കുന്ന കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന സുവർണമായിട്ടുള്ള തെരുവ്, വിലയേറിയ രത്നങ്ങൾ, വജ്രങ്ങൾ, അതിൻ്റെ ശോഭയെക്കുറിച്ചൊക്കെ കാണുന്നു. വേദപുസ്തക ഭാഷ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യരുടെ ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷയല്ല. God had to use our little language and mind. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിക്കണം. It just means the most precious of the world. സ്വർഗത്തിലുള്ള ഉത്തമമായതിനോട് ഈ നിലയിൽ മാത്രമേ തുലനം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഈ സൃഷ്ടിക്കപ്പെട്ട സ്വർണവും ഈ ലോഹങ്ങളുമൊന്നും അല്ല വാസ്തവത്തിൽ അവിടെ അത് സ്വർഗത്തെ അലങ്കരിക്കാൻ പോകുന്ന കാര്യം. ഈ വിലയേറിയ രത്നം, വജ്രം എന്നൊക്കെ പറയുന്ന ഹൈഡ്രോ കാർബണാണ്, കാർബണിൻ്റെ മറ്റൊരു രൂപമാണ്. ഇതൊന്നും അല്ല. എന്താ സ്വർഗത്തെ അലങ്കരിക്കാൻ പോകുന്നതെന്നറിയാമോ? മിടുക്കി കുട്ടിയെയും ദൈവത്തിൻ്റെ കൃപയറിഞ്ഞ കുഞ്ഞെ
നിന്റെ സൗന്ദര്യം. പുത്രീപുത്രന്മാരാണ് സ്വർഗത്തെ അലങ്കരിക്കുവാനായിട്ട് പോകുന്നത്. പുത്രീപുത്രന്മാർ, they are going to adorn heaven. സ്വർഗത്തെ അലങ്കരിക്കാൻ പോകുന്നവരാണ്. ദൈവസന്നിധിയിൽ സന്തോഷിച്ചവരെല്ലാം ഇന്നൊരു തീരുമാനമെടുക്കണം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുനിക്കണം. കൃപ വന്ന് ഇതിനു വേണ്ടിയാണല്ലോ കർത്താവ്. ഐ ഗിവ് ഇൻ ടു ഗ്രേസ്. കൃപയ്ക്കായിട്ട് എന്നെ തന്നെ ഫലമേൽപ്പിക്കുന്ന നാഥാ, അവിടുന്ന് ഇറങ്ങി വന്ന് എനിക്കായി മരിച്ച മരണത്തെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തെ തരുന്ന നാഥാ. മഹത്വമുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഇതാ ഞാൻ വരുന്നത്. കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എൻ്റെ ജീവിതം തീരേണ്ടതിന്. Here I am. ഇതാ നാഥാ.